ഹല്ലേലൂയ. ഈ സമയത്തിനായിട്ട് ഞാൻ വീണ്ടും കർത്താവിനെ നന്ദി കരയറ്റുന്നു. IPC ഫുൾ ഗോസ്പൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നതായ ഈ ബൈബിൾ സ്റ്റഡി, അത് തുടർമാനമായൊരു ബൈബിൾ സ്റ്റഡിയാണ്. ദൈവവചന പഠനം നമുക്ക് അനിവാര്യമാണ്. ഇന്നലെ ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് പൗലോസ് പറയുന്ന കാര്യം പറഞ്ഞല്ലോ. അത് മറ്റൊന്നുമല്ല, ഞങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് വചനം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് തന്നെയല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങിച്ചെന്നത് അഖായയിലും കൊരിന്തിലും മാത്രമല്ല. അതായത് ദൈവവചനം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വചനം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകിച്ചെല്ലണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒന്ന്, വചനം നമ്മളിലേക്ക് വരണം എന്ന് തന്നെയല്ല, ആ വചനം നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഈ വചനങ്ങൾ നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ ഉള്ള ബാധ്യത നമുക്കുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഞങ്ങളെല്ലാം പ്രസംഗകരൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ വചനം ഒഴുകി ചെല്ലുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് നമ്മുടെ ഭവനത്തിൽ തന്നെ ഒഴുകി ചെല്ലണം. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കൊക്കെ അടുത്തേക്കൊക്കെ ഈ വചനം ചെല്ലണം. നമ്മളുടെ സഭകളിലേക്ക് ചെല്ലണം, പുറത്തേക്ക് ചെല്ലണം, വചനം ഒഴുകി ചെല്ലണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യം ഇത് നമ്മൾ ക്ലാരിറ്റിയോടുകൂടെ വളരെ ക്ലിയറായിട്ട് ഈ വചനം നമ്മൾ കേൾക്കണം, അറിയണം. പ്രത്യേകിച്ച് നമ്മളുടെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. നമ്മൾ ഇന്നലെ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞു. അത് മറ്റൊന്നുമല്ല, കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് വരുന്നു, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അനധിവിദൂര ഭാവിയിൽ നടക്കുവാനുള്ളതാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. എന്നാൽ വരാൻ പോകുന്ന ആ വലിയ സംഭവം, കർത്താവിൻ്റെ വരവ്, രണ്ടാമത്തെ വരവ്, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് കർത്താവിൻ്റെ വരവ്. കർത്താവ് വന്നേച്ചങ്ങ് പോകുന്ന, അല്ലെങ്കിൽ അത് കർത്താവുമായി മാത്രം ബന്ധപ്പെട്ടല്ല. കർത്താവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെ ചേർക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, ഒരുങ്ങിയിരുന്നവർ അവർ മാത്രമേ എടുക്കപ്പെടുന്നുള്ളൂ, അല്ലാത്തവർ എടുക്കപ്പെടുന്നില്ല. എല്ലാവരും അങ്ങ് പോകുമെന്ന് ചിന്തിക്കരുത്. എല്ലാവരും അങ്ങ് പോവുകയില്ല. ഒരുക്കമുള്ളവർ മാത്രമേ പോവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതിനു വേണ്ടി ജനത്തെ ഒരുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനു വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുക, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സഭയെ ഒരുക്കുക, അതൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള സംസാരമൊക്കെ കുറഞ്ഞു വരികയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സംസാരം പോലും കുറഞ്ഞു വരുന്നതായ ഒരു സാഹചര്യം ഇന്ന് നമ്മൾ കേൾക്കുന്നേ ഇല്ല. അല്ലെങ്കിൽ തന്നെ നമ്മുടെ സംസാരം ഇപ്പം രണ്ട് വിശ്വാസികൾ തമ്മിൽ, ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലങ്ങളിൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ സംസാരിച്ച് പിരിയുമ്പോൾ അവർ പറഞ്ഞിരുന്ന വാക്ക് മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു എന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നതും കർത്താവുമായി ബന്ധപ്പെട്ട, കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് മാറാനാഥ എന്ന് പറയാൻ അവർക്ക് കഴിയുന്നത്. ഇനി അവരുടെ സംസാരമല്ല, രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ കർത്താവിൻ്റെ കാര്യങ്ങളാണ്, കർത്താവിൻ്റെ വരവിൻ്റെ കാര്യങ്ങളാണ്. അതൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കാലം കഴിഞ്ഞപ്പോൾ നമ്മളുടെ അനുദിന സംസാരങ്ങളും മറ്റും മാറി മറിയുന്ന ഒരു കാര്യം ആയിട്ട് വന്നിരിക്കുന്നു. കാനവച്ചൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ദൈവദാസനാണ് കാനവച്ചൻ. അദ്ദേഹം ഞാൻ ചെറിയ പ്രായത്തിൽ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത്
ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും അതിനുശേഷം ഞങ്ങൾ വളരെ അടുക്കുകയും ഇടപെടുകയും അദ്ദേഹം എൻ്റെ വീട്ടിലും വന്നിട്ടുണ്ട്. ഞങ്ങളങ്ങനെ വളരെ അടുപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പല വാചകങ്ങളും ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിന് എനിക്ക് ഒരു മടിയുമില്ല. ഞാൻ പ്രസംഗിക്കുന്നത് മറ്റൊരാളെടുത്ത് പറയുന്നതിനകത്തും എനിക്ക് കോപ്പിറൈറ്റഡ് ഒന്നുമല്ല. ഈ പറയുന്ന കാര്യമൊന്നും കോപ്പിറൈറ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് ഇത് ആർക്ക് വേണമെങ്കിലും പറയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് പാസ്റ്റർമാർ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിശ്വാസികളായിക്കോട്ടെ, അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്നത് മുഴുവൻ ആത്മീക കാര്യങ്ങളായിരുന്നു. പാസ്റ്റർമാരെന്നങ്ങ് വെച്ചു. പാസ്റ്റർമാരെ കുറ്റം പറയുമ്പം നിങ്ങൾക്ക് ഒരു സന്തോഷമാണല്ലേ? പക്ഷേ പാസ്റ്റർമാരുടെ മാത്രം കാര്യമല്ല, എല്ലാവരുടെയും കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് പാസ്റ്റർമാർ നമ്മൾ കാണുമ്പോൾ അവർ സംസാരിച്ചിരുന്നത്, സഹോദര എങ്ങനെയുണ്ട് സഭയുടെ കാര്യങ്ങളൊക്കെ, പരസ്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, കൺവെൻഷൻ ഉണ്ടായിരുന്നോ, പുതുതായിട്ട് വിശ്വാസികൾ വന്നോ, സ്നാനം വല്ലതും നടന്നോ, ഇതൊക്കെയായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് നടന്നും സൈക്കിളിലുമൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നടന്നു പോകുന്നതും മാറി, സൈക്കിളിൽ പോകുന്നതും മാറി, സ്കൂട്ടറായി. സ്കൂട്ടറൊക്കെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. സ്കൂട്ടറായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടായ കാര്യം, രണ്ട് സുവിശേഷകർ തമ്മിൽ കാണുമ്പോൾ അവർ സംസാരിക്കുന്ന കാര്യം എന്നാണെന്നറിയാം. ആദ്യം തന്നെ ചോദിക്കുന്നത് മൈലേജ് എത്ര ഉണ്ട്. പഴയതൊക്കെ അങ്ങ് മാറി, പരസ്യയോഗവും ആളുകൾ രക്ഷിക്കപ്പെടുന്ന കാര്യമൊക്കെ മാറിയിട്ട് മൈലേജ് എത്ര ഉണ്ട് ഇതാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും കാര്യങ്ങളൊക്കെ മാറി, കാറുകളായി, ആളുകൾ അത് അനുസരിച്ച് നടപ്പുമൊക്കെ മാറിയപ്പം രോഗികളായി. അപ്പോൾ ഇപ്പം രണ്ടുപേര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ, വിശ്വാസികൾ രണ്ടുപേര് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോദിക്കുന്ന ചോദ്യം ഷുഗർ എത്ര ഉണ്ട്. മറ്റേതൊക്കെ അങ്ങ് മാറി, ഷുഗർ എത്ര ഉണ്ട് ഇല്ലേ? അല്ലെങ്കിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ, നമ്മുടെ സംഭാഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ വാട്സാപ്പ് തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കേ. വാട്സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ കളിക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ, ആത്മീകരെന്ന് ചിന്തിക്കുന്നവരുടെ വാട്സാപ്പിൽ പോലും ഇന്ന് ഹെൽത്ത് ടിപ്പുകളാണ് കാണാനുള്ളത് മുഴുവൻ, അല്ലാതെ ആത്മീക കാര്യങ്ങളൊന്നുമല്ല. മൈലേജ് എത്ര ഉണ്ട്, ആരോഗ്യം എങ്ങനെയുണ്ട്, ആരോഗ്യം എന്നുള്ള വാക്കല്ല, ഷുഗർ എത്ര ഉണ്ട്. എല്ലാവർക്കും അറിയേണ്ടത് ഷുഗർ എത്ര ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഷുഗറാണ്. ഓക്കെ, അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾ ഈ കുമ്പനാടിനടുത്തുള്ളവരൊക്കെ ആണല്ലോ. അപ്പം വിശ്വാസികളും ഒത്തിരി വസ്തുക്കൾ, മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോഴല്ല, ഒരു 20 വർഷം മുമ്പൊക്കെ ഈ റിയൽ എസ്റ്റേറ്റ് ഇവരുടെയൊക്കെ തലയ്ക്ക് പിടിച്ചു അവിടെ തന്നെ. അപ്പം പിന്നെ കാണുമ്പോൾ എന്നാ പറയുന്നറിയാമോ, കുമ്പനാട്ടിൽ ഇപ്പം എന്നാ സെൻറ്റിന് വില, അതൊക്കെയാണ് പിന്നെ ചോദിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം അങ്ങ് മാറി, സംസാരമെല്ലാം മാറി. കനോച്ചൻ പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഓരോ കാലം കഴിയും തോറും ആത്മീയതയിൽ നിന്ന് മാറി. അതുകൊണ്ടെന്താ, പറഞ്ഞു പിരിയുന്നതും എല്ലാം ആത്മീക കാര്യങ്ങളല്ല. വിശ്വാസികൾ തമ്മിൽ കാണുമ്പോഴും ആത്മീക കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. പഴയ കാലത്തെ വിശ്വാസികളൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആത്മീക കാര്യങ്ങളേ അവർ സംസാരിക്കുമായിരുന്നുള്ളൂ. തന്നെയല്ല, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സംസാരം വളരെ കോമൺ ആയിട്ടുള്ള സംസാരമായിരുന്നു. നമ്മൾ അതിലേക്ക് മടങ്ങി വരണം. നമ്മളുടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ രണ്ടുപേരും നമ്മൾ കാണുമ്പോൾ സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ തന്നെ ഇതങ്ങ് മാഞ്ഞു പോയിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ വളരെ മാഞ്ഞു പോയിരിക്കുന്നതായ ഒരു സാഹചര്യമായിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് വരും, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയല്ല, എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട്. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് ആ വരവിനെ അറിഞ്ഞ് അതിനായി നമ്മൾ ഒരുങ്ങിയിരിക്കണം. മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ചുള്ള ഒത്തിരി അല്ലെങ്കിൽ കർത്താവ് വരുന്നതിൻ്റെ അടയാളങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചു, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അതിനേക്കാൾ ഉപരി ഒരുക്കമാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മുടെ ബൈബിൾ ക്ലാസ്സിന് നമ്മൾ കർത്താവിൻ്റെ വരവും ദൈവജനത്തിൻ്റെ സഭയുടെ ഒരുക്കവും എന്ന് പറയുന്നത്. അതാണ് പ്രാധാന്യം, അതാണ് എംഫസൈസ് ചെയ്യുന്നത്. കർത്താവിൻ്റെ വരവ് നമ്മൾ
പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കർത്താവ് വരും. അത് കർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അതിനുവേണ്ടിയുള്ള ഒരുക്കമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നു. അവൻ ഇന്ന് വേണമെങ്കിലും വരാം, ഇപ്പോൾ വേണമെങ്കിലും വരാം. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് വരാം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയുള്ള ഒരുക്കം അത്യാവശ്യമാണ്. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതൊക്കെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള നമ്മുടെ ആഗ്രഹമായിരിക്കണം പറയുന്നത്, അല്ലാതെ ഇതൊരു ശൈലിയായിട്ട് മാറിപ്പോകരുത് എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ മനുഷ്യപുത്രൻ്റെ വരവിനുള്ള നോഹയുടെ കാലം പോലെയാകും. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത, അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ഒരു ജഡം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ they were living as if they have only flesh. മനുഷ്യൻ ജഡം തന്നെയല്ലോ, അവന് ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെയാണ് ജീവിതം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. യാതൊരു രീതിയിലും ദൈവത്തിനിടം കൊടുക്കാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയിരിക്കുകയാണ്. നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ കാര്യത്തിനും നമ്മൾ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് നമ്മളല്ല തീരുമാനിച്ചത്. നമ്മൾ പലപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അത് ശരിയാണോ, ഏത് സ്കൂളിലാണ് ഞാൻ വിടേണ്ടതെന്ന് ചോദിച്ചിരുന്നു. നമുക്കൊരു ജോലി കിട്ടിയാൽ ആ ജോലി സ്വീകരിക്കണോ വേണ്ടായോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ മുന്നോട്ടുള്ള ഗമനത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് അവരെ ആ ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ചിരുന്നു. അല്ലാതെ ഒരു ശരീരം മാത്രമേ ഉള്ളൂ എന്നതുപോലെ അല്ല നമ്മൾ ജീവിച്ചത്. നമ്മുടെ പിതാക്കൾ നമ്മളെ വളർത്തിയത്. നമ്മുടെ കുഞ്ഞുങ്ങളും മനസ്സിലാക്കണം, ആ സ്പിരിച്വാലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിയണം, ആത്മീയത തിരിച്ചറിയണം, ആത്മീയമായ വാക്കുകൾ നമ്മൾ സംസാരിക്കണം. നമ്മുടെ സഭയിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സംസാരം പോലും എപ്പോഴും ആത്മീയമായ കാര്യങ്ങളായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയ പശ്ചാത്തലത്തിൽ വേണം വളരാനായിട്ട്. ആത്മീയ പശ്ചാത്തലത്തിൽ അങ്ങനെ വളർന്നാൽ തീർച്ചയായും ഈ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ, ചിലപ്പം നമ്മൾ ചിന്തിക്കും കർത്താവിൻ്റെ വരവൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രായമുള്ളവരല്ലേ ആലോചിക്കേണ്ടത്. അല്ല, കുഞ്ഞുങ്ങളും ആലോചിക്കണം. കുഞ്ഞുങ്ങളും അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ കുഞ്ഞുങ്ങളെ ഒരുക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു അവസ്ഥ നമുക്ക് വളരെ അത്യാവശ്യമാണ്, അങ്ങനെയൊരു വളർച്ച. കാരണം കർത്താവ് വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും പോകണം. ഒരു പരിധിവരെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ പിള്ളേർ MNCയിൽ വലിയ ഒരു ഉദ്യോഗം പ്രാപിക്കുന്നതോ കിട്ടുന്നതോ, അതൊക്കെ കിട്ടിക്കോട്ടെ, അതിനൊന്നും ഞാൻ എതിരൊന്നും പറയല്ല. പക്ഷേ അതിനപ്പുറത്ത് കർത്താവിൻ്റെ വരവെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും എടുക്കപ്പെടണം. എനിക്ക് മാത്രം അങ്ങ് പോയാൽ പോരാ, എൻ്റെ കുഞ്ഞുങ്ങളും പോകണം. എൻ്റെ കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കാരണം അത് എന്നാ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതാണ് നമ്മൾ കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 24-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ 25-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട്. 44-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. വലിയ ഒരുക്കം ആവശ്യമാണ്. കാര്യം എന്നാ കർത്താവ് വരുന്നെന്ന് അറിയാമായിരുന്നെങ്കിൽ ആ വരുന്ന സമയം നമുക്കങ്ങ് ഒരുങ്ങിയാൽ മതിയായിരുന്നു. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേച്ച്. പക്ഷേ ഇത് പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിലും വരാമെങ്കിൽ എപ്പോഴും ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 25-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ നോട്ടീസിലൊക്കെ അടിച്ചത്. അവിടെ നമ്മൾ കാണുന്നത് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാം ഞാൻ വായിച്ചങ്ങ് പോകുകയാണ്. അവിടെ നമുക്കറിയാം, വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട്
സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ഒരുങ്ങിയിരുന്നവർ, അവർ മാത്രമാണ് ഒരുങ്ങിയിരുന്നവർ. അതിനുശേഷം മറ്റേ കന്യകമാരൊക്കെ വന്ന്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് നിങ്ങളോട് സത്യമായിട്ട് പറയുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഒരുക്കം, നാളും നാഴികയും അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഈ വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളും യഹൂദ പശ്ചാത്തലം അറിയാവുന്നവർക്ക്, ഒരിക്കൽ എനിക്കൊരു ഒരു ആൾ, കാൾ കോക്ക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ക്ലാസ് എടുത്തു. അദ്ദേഹം ഒരു ഹീബ്രു സ്കോളറാണ്, യഹൂദനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വേദപുസ്തകത്തിലെ ഉപമകൾ പലതും മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാര്യം ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ യഹൂദ പശ്ചാത്തലത്തിൽ ഇത് വളരെ ക്ലിയറാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് അദ്ദേഹം ഈ ഉദാഹരണം തന്നെ, ഇവിടെ തന്നെ ഈ കാത്തിരിക്കുന്ന മണവാളൻ എന്നുള്ളതൊക്കെ ഞങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. യഹൂദ പശ്ചാത്തലത്തിൽ നമ്മുടേതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. യഹൂദ പശ്ചാത്തലത്തിൽ ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ആദ്യം നടക്കുന്നത് വിവാഹ നിശ്ചയം, ബെട്രോത്തൽ. അത് കഴിഞ്ഞാൽ അവർ ഭാര്യയും ഭർത്താവും പോലെ തന്നെയാണ്, പക്ഷേ ഒരുമിച്ച് താമസിക്കത്തില്ല. വിവാഹം കഴിഞ്ഞില്ല, വിവാഹ നിശ്ചയമാണ് കഴിഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ മണവാളൻ്റെ വീട്ടിലേക്ക് പോകും, മണവാട്ടി മണവാളനെ കാത്തിരിക്കും. മണവാളൻ്റെ വീട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മണവാട്ടി വരുമ്പം താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കാനാണ് പോകുന്നത്. അങ്ങനെ പോയി മണവാട്ടിക്കും കൂടെ കല്യാണം കഴിച്ചു വന്നാൽ അവർക്ക് താമസിക്കത്തക്ക രീതിയിൽ വീടെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ ഈ മണവാളൻ മടങ്ങി വരും. മടങ്ങി വരുന്നത് ഇന്നത്തെ പോലെ വാട്സാപ്പൊന്നും ഇല്ലല്ലോ, എന്നാണെന്നുള്ളത് അറിയാൻ പറ്റത്തില്ല. മണവാളൻ വരുന്നത് എന്നാണെന്നുള്ളത്, അതായത് ഈ കാൾക്കോക്ക് അദ്ദേഹം പറഞ്ഞതാണ്, യഹൂദ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാര്യം മണവാട്ടിക്ക് അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. പക്ഷേ പിന്നെ മണവാളൻ കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഭാര്യയെ ചേർത്തുകൊള്ളുവാൻ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂട്ടുകാരെല്ലാം കൂടെ വലിയ ആഘോഷമായിട്ടാണ് വരുന്നത്. വലിയ ആഘോഷമായിട്ട്, വലിയ ആർപ്പ് വിളിയോടെയാണ് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ വിവാഹം കഴിഞ്ഞവരെ പോലെയാണ്. അവരൊന്നിച്ച് താമസിച്ചിട്ടില്ല, പക്ഷേ ബന്ധം ഓൾറെഡി ആ ഭാര്യാഭർത്തൃ ബന്ധം പോലെയാണ്. കാരണം ഇവിടെ നമ്മളിപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞാലും വേണമെങ്കിൽ ഉപേക്ഷിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്നു, പിന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഉപേക്ഷിക്കുന്ന കാര്യം ഇല്ലേ? എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞതുപോലെ തന്നെയാണ്. നമുക്കറിയാമല്ലോ, മറിയയുടെയും യോസഫിൻ്റെയും സ്റ്റോറി നമുക്കറിയാം. മറിയയെ യോസഫ് വിവാഹ നിശ്ചയം ചെയ്തു. ഓക്കെ, എല്ലാവർക്കും അറിയാമല്ലോ സ്റ്റോറി. വിവാഹ നിശ്ചയം കഴിഞ്ഞ് യോസഫ് അങ്ങ് പോയി. യോസഫ് പോയി ഭാര്യയ്ക്ക് വേണ്ടി സ്ഥലമൊക്കെ ഒരുക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കേൾവി കേട്ടു, മറിയ ഗർഭിണിയാണ്. അത് അവരൊരുമിച്ച് ജീവിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അവൻ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യം എന്താണ്? ഇവൾ വേറെ ആരാണ്ടരയോ കൂടെ പോയി അവൾ ഗർഭിണിയായി, അപ്പോൾ അവൾ വ്യഭിചാരം ചെയ്തു എന്നാണ് ചിന്തിക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ യോസഫ് ഈ മറിയെ ഉപേക്ഷിക്കണമെങ്കിൽ
വിവാഹ നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞിട്ടില്ല. ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഉപേക്ഷിക്കണം. നമുക്കങ്ങനൊന്നുമില്ല. അവളെ എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി, തീർന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ ഇടയിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉപേക്ഷണപത്രം കൊടുത്തേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അവരൊരുമിച്ച് ജീവിച്ചിട്ടേ ഇല്ല. എന്നാൽ യോസഫ് നീതിമാനായതുകൊണ്ട് യോസഫ് ചിന്തിച്ചു, ഞാൻ അവളെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷണപത്രം കൊടുക്കണം. ഉപേക്ഷണപത്രം കൊടുക്കുമ്പോൾ അതിനകത്ത് കാരണം കാണിക്കണം. കാരണം കാണിക്കാൻ യോസഫിനുണ്ട്. എന്താണ്? വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീ, അവൾ വ്യഭിചാരം ചെയ്തു, അവളിപ്പോൾ ഗർഭിണിയാണ്. അവന് കാരണം കാണിക്കാനുണ്ട്. പക്ഷേ ആ കാരണം കാണിച്ചാൽ മറിയയെ വേണമെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോലും നിയമമുണ്ട്. അല്ലെങ്കിലും അവൾക്ക് ലോകാപവാദമുണ്ടാകും. പിന്നെ അവൾക്ക് സ്വന്തം വീട്ടിൽ പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. യോസഫ് ചിന്തിക്കുകയാണ്, അവൾ എന്നെ വഞ്ചിച്ച സ്ത്രീയാണ്, എങ്കിൽ പോലും അവൾക്ക് ലോകാപവാദം വരരുത്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, രഹസ്യത്തിൽ ഉപേക്ഷിക്കാം. രഹസ്യത്തിൽ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ, കാരണം പറയാതെ ഉപേക്ഷിക്കാമെന്ന്. കാരണം, അതായത് കാരണമുണ്ട്, പക്ഷേ കാരണം പറയാതെ ഉപേക്ഷിക്കുക. കാരണം പറയാതെ ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത എന്താ? കാരണം നാട്ടുകാർ കണ്ടുപിടിക്കും. എന്താ കാരണം? യോസഫ് അവൻ കൊള്ളാം, കല്യാണം കഴിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിട്ട് അവൻ ആരോടും പറയാതെ അവളുടെ കൂടെ ജീവിച്ച്, അല്ലെങ്കിൽ അവളെ ഗർഭിണിയാക്കിയിട്ട് അവനിപ്പോൾ പോയിരിക്കുക. ഇപ്പോൾ കുറ്റമെല്ലാം ആരുടെ മേലാകും? യോസഫിൻ്റെ മേലാകും. പക്ഷെ അത് ഏറ്റെടുക്കാൻ യോസഫ് തയ്യാറായി. അതുകൊണ്ടാണ് അവൻ നീതിമാൻ എന്ന് പറയുന്നത്. യോസഫ് നീതിമാനാകൊണ്ട് ഉപേക്ഷണപത്രം കൊടുക്കാതെ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു. പക്ഷേ ദൂതൻ വന്ന് യോസഫിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കണ്ട. വിവാഹ നിശ്ചയം ചെയ്ത സ്ത്രീ എന്നല്ല പറയുന്നത്, ഭാര്യയായ. അതായത് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഭാര്യയായതിന് തുല്യമാണ്. ഇതുപോലെ കർത്താവ് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അവൻ്റെ മണവാട്ടിയുമാണ്, അവൻ്റെ കാന്തയുമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. എന്നാൽ കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. യഹൂദ പശ്ചാത്തലത്തിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ യഹൂദ പശ്ചാത്തലത്തിൽ ഈ മണവാളൻ മണവാട്ടിക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിട്ട് തിരികെ വരുന്നത് കൂട്ടുകാരെല്ലാം ചേർന്ന് ആർപ്പ് വിളിയോടെയാണ്. ഇതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ ചേർക്കാൻ വരുന്നത് കാഹളധ്വനിയോടുകൂടെയാണ്, ദൂതന്മാരോടുകൂടെയാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് വരുന്നു. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, വാട്സാപ്പൊന്നും ഇല്ലാത്ത കാലഘട്ടമല്ലേ, കത്തുപോലും ഇല്ല. അതുകൊണ്ട് എന്ന് വരുമെന്നുള്ളത് മണവാളന് അറിയിക്കത്തില്ല. അതുകൊണ്ട് എന്താണെന്നറിയാമോ? വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം മുതൽ മണവാളൻ വരുന്നത് വരെ ഈ മണവാട്ടി ഓരോ നിമിഷവും കാതോർത്തിരിക്കുകയാണ്. എപ്പോഴാണ് ആർപ്പുവിളി ഉണ്ടാകുന്നത്, എപ്പോഴാണ് എൻ്റെ കാന്തൻ വരുന്നത് എന്ന് നോക്കി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെ ഒരുക്കുകയാണ്. അവൾ അതിനിടയ്ക്ക് വിവാഹ വസ്ത്രം ഉണ്ടാക്കുന്നു. ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ആ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് അറിയുന്നു. വിദൂരത്തിലിരിക്കുകയാണെങ്കിൽ പോലും ഈ മണവാട്ടി ആ മണവാളന് വേണ്ടി തന്നെ ഒരുക്കുകയാണ്. ഈ പശ്ചാത്തലം അറിയാവുന്നത് കൊണ്ടാണ് കാൾക്കോക്ക് അന്ന് പറഞ്ഞത് ഇതുപോലെയാണ് യേശു കർത്താവിൻ്റെ കാര്യത്തിൽ. ഹല്ലേലൂയ. കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ കാത്തിരിക്കുന്ന കാലം അത്രയും കാന്തയും തന്നെത്താൻ ഒരുക്കി, അല്ലേ? എൻ്റെ ചുമതലയാണ് എന്നെ ഒരുക്കുക. ആർക്കു വേണ്ടി? എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ ഒരുക്കുക എന്നുള്ളത്.
ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണശാലയിലേക്ക് പ്രവേശിച്ചു. ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അതിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നമുക്കറിയില്ല എന്നാ വരുന്നതെന്ന്. കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ ആരും കഷ്ടപ്പെടണ്ട. കാര്യം കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എന്നാ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളത് കർത്താവ് തന്നെ പറയുകയാണ്. ഇവിടെ ആകയാൽ ആ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്നാണ് പറയുന്നത്. അറിയായിക കൊണ്ട്. നിങ്ങൾ ഡേറ്റ് ഒന്നും കണ്ടുപിടിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തന്നെ സംസാരിക്കുന്ന വേദഭാഗമാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക. ഉയിർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് നടക്കുന്ന കാര്യമായത്. ഉയിർത്തെഴുന്നേറ്റ യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുക, കർത്താവേ, നീ ഈ കാലഘട്ടത്തിലാണോ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതറിയുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. പക്ഷേ നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ. അതറിയുന്നത് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ട. ചരിത്രത്തിൽ കർത്താവിൻ്റെ വരവിൻ്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ ഒത്തിരി പേര് പരിശ്രമിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇല്ലേ? നമ്മുടെ നാട്ടിലും മറ്റുള്ള സ്ഥലങ്ങളിലുമെല്ലാം ജോൺ മില്ലറും മറ്റും ഈ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റിൻ്റെ ഒക്കെ ആദ്യ കാലഘട്ടത്തിലെ ആൾ കർത്താവ് ഇന്ന വർഷം വരുമെന്ന് പറഞ്ഞതിനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, 1984 കർത്താവ് വരുമെന്ന് പറഞ്ഞ് ഒരുത്തൻ പുസ്തകം എഴുതി, 84 റീസൺസ് വൈ ജീസസ് ഷുഡ് കം ഇൻ 1984. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. അതിനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് വന്നില്ല ഇല്ലേ? കഴിഞ്ഞ നൂറ്റാണ്ടിൽ അഞ്ചരക്കാരെന്ന് നമ്മൾ വിളിക്കുന്ന വിദ്വാൻ കുട്ടിയച്ഛൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ ഒരു പ്രവചനം നടത്തി 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന്. എല്ലാവരും അതിൻ്റെ പുറകെ പോയി, പക്ഷെ വന്നില്ല. നോക്ക്, അങ്ങനെ ഡേറ്റ് കണ്ടുപിടിച്ച് പ്രസംഗിക്കുകയും പ്രവചിക്കുകയും ചെയ്താൽ അതിൻ്റെ പിന്നാലെ പോകരുത്. കാര്യം അത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് കർത്താവ് പറയുന്നത്. അത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ സമയമറിയില്ലെന്നുള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ വരവ് അത് ഇമ്മീഡിയറ്റായിട്ട്, അത് ഇപ്പോൾ നടക്കുവാനുള്ളതാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. യേശു സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഉയിർത്തെഴുന്നേറ്റ യേശു കൂടെ വന്ന് നടന്നപ്പോഴൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ ചിന്തിച്ചത് ഇനിയും പോകത്തില്ല എന്നാ. പക്ഷേ സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ അവർ ആകപ്പാടെ വിഷമിച്ചു. കർത്താവ് നമ്മുടെ കൂടെ ജീവിച്ചു, അന്നേരം അവർക്ക് സന്തോഷമായിരുന്നു. അവൻ മരിച്ചപ്പോൾ എല്ലാവർക്കും ദുഃഖമായി. എന്നാൽ അവൻ ഉയിർത്തെഴുന്നേറ്റു, അവർക്ക് പ്രത്യക്ഷനായി, അവർക്ക് പിന്നെ സന്തോഷമായി. പക്ഷേ ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്തു, ഇപ്പോഴും അവരുടെ കൂടെ ഇല്ല. അവരാകെ വിഷമിച്ച് ഇങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവൻ പോകുന്നേരം 10-ാമത്തെ വാക്യത്തിൽ അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഹല്ലേലൂയ. സ്വർഗത്തിലേക്ക് കയറിപ്പോയി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും എന്ന് പറയുന്നു. സ്വർഗത്തിലേക്ക് ഇറങ്ങി വരും. അന്നു മുതൽ ദൈവസഭ ഈ പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. സ്വർഗത്തിലേക്ക് കരയേറിപ്പോയ യേശുവിനെ നോക്കി ദുഃഖത്തോടുകൂടെ
ഇനി ഞങ്ങൾക്ക് ആരാ ഉള്ളത്, അല്ലെങ്കിൽ എന്താ ഞങ്ങളുടെ ഭാവി എന്നൊക്കെ ചിന്തിച്ചിരുന്നവരോട് ദൂതന്മാർ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ വിട്ട സ്വർഗത്തിലേക്ക് കയറിപ്പോയ യേശു അവൻ കയറിപ്പോയതുപോലെ തന്നെ മടങ്ങി വരും. പിന്നീട് അവർക്കുണ്ടായത് ആ പ്രത്യാശയാണ്. മടങ്ങിവരവിൻ്റെ പ്രത്യാശയിലാണ് അവർ ജീവിച്ചത്. മടങ്ങിവരവിൻ്റെ പ്രത്യാശ അവരെ നിലനിർത്തിയതും ആ മടങ്ങിവരവിൻ്റെ പ്രത്യാശയാണ്. അത് ഇന്ന് സംഭവിക്കുമെന്ന് അവർക്കറിയില്ല. കാര്യം കർത്താവ് തന്നെ പറഞ്ഞു, അതെന്നാ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തിരക്കണ്ട, പക്ഷേ അവൻ മടങ്ങി വരും, താമസിക്കുകയില്ല. കർത്താവിൻ്റെ വരവ് ഇമ്മീഡിയറ്റാണ് എന്നുള്ളത് കാര്യം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഇസ്രായേലിൽ നടക്കുന്ന ലക്ഷണങ്ങൾ മാത്രമല്ല, ഈ സമൂഹത്തെ നോക്കിയാൽ നോഹയുടെ കാലം പോലൊരു സമൂഹം, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. മനുഷ്യർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, ഇന്ന് എന്തൊക്കെ നടക്കുന്നു, നമുക്കിന്ന് പത്രങ്ങളൊക്കെ വായിച്ചാൽ ഇന്ന് എന്തൊക്കെ നടക്കുന്നോ അത് മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. പിന്നെ പറഞ്ഞിരിക്കുന്നതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ എന്തെല്ലാമാണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ഈ സോഷ്യൽ മീഡിയയിലും മറ്റുള്ളിടത്തും പത്രങ്ങളിലും എല്ലാം ടി വിയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം കർത്താവിൻ്റെ വരവ് താമസിക്കുകയില്ല എന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ വരവ് ഇമ്മീഡിയറ്റാണ് എന്ന് പറയുന്നത് പോലെയോ അതിൽ കൂടുതലോ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് കർത്താവിൻ്റെ വരവ് ഇന്നവിറ്റബിളാണ്. കർത്താവിൻ്റെ വരവല്ലാതെ ഇനി ഒരു പ്രത്യാശ നമുക്കില്ല. എന്തോ പ്രത്യാശയാണ് നമുക്കുള്ളത്? മനുഷ്യന് ഒരു പ്രത്യാശയുമില്ലാത്ത ഒരു കാലം. നമുക്ക് എന്തിനകത്താണ് ഇനിയും പ്രത്യാശ ബാക്കിയുള്ളത്? ശാസ്ത്രത്തിൽ പ്രത്യാശ ബാക്കിയുണ്ടോ? ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു ശാസ്ത്രം എല്ലാം ശരിയാക്കി കളയുമെന്ന്. പക്ഷെ ഇന്ന് ശാസ്ത്രം കാര്യങ്ങൾ ശരിയാക്കാനല്ല, നശിപ്പിക്കാനാണ്. ഞാനൊരിക്കൽ ഡൽഹിയിൽ ഒരു മറാഠി ബിസിനസ്സുകാരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഈ റിലീജിയസ് കാര്യങ്ങളുടെയൊക്കെ പുറകെ എന്തിനാണ് പോകുന്നത്? നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിരിക്കുന്നത് സയൻസാണ്. മനുഷ്യൻ്റെ രക്ഷ സയൻസിനകത്താണ്. മനുഷ്യനെ രക്ഷിക്കാൻ സയൻസേ ഉള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ, സയൻസ് എന്ന് പറയുന്നത് നോളജാണ്, അറിവാണ്. അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ മൊറാലിറ്റിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ മനുഷ്യൻ്റെ മൊറാലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാക്കാനാണ് അവർക്ക് യേശുവിനെ കൊടുക്കുന്നത്. അതെന്തോ സയൻസ് എന്തോ ദോഷമാണ് നമുക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, E=mc² എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ ഒരു ശാസ്ത്ര തത്വമാണ്. അത് വെച്ചാണ് ആറ്റം ബോംബ് വിഭജിക്കാമെന്ന് പോലും കണ്ടുപിടിക്കുന്നത്. ആറ്റം ബോംബ് വിഭജിച്ചാൽ അതുകൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ടാക്കാം. ഒന്നുകിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം. ആറ്റം റിയാക്ടർ ഉണ്ടാക്കിയാൽ നമുക്ക് പവർ കിട്ടും. അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം. അത് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനാണ്, അവൻ്റെ മൊറാലിറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോഴാലോചിക്കുകയാണ്, മനുഷ്യന് സയൻസിനകത്ത് എന്താ ഒരു ഉറപ്പുള്ളത്? പണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചു സയൻസ് ഡെവലപ്പായി കഴിഞ്ഞാൽ എല്ലാ കാര്യവും ശരിയാകുമെന്ന്. സയൻസ് ഡെവലപ്പായതുകൊണ്ട് ദോഷമല്ലാതെ ഗുണമുണ്ടായിട്ടുണ്ടായിരിക്കും, പക്ഷേ കൂടുതൽ ദോഷമല്ലേ. ഇന്നിപ്പോൾ നമുക്ക് പേടിയാണ്. പണ്ടൊക്കെ ഒരുത്തന് ലഹരി വേണമെങ്കിൽ കള്ളു കുടിക്കണമായിരുന്നു, അല്ലെങ്കിൽ മാക്സിമം കഞ്ചാവ് വലിക്കണമായിരുന്നു എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ. പക്ഷേ ഇന്നിപ്പോൾ അതാണോ? MDMA എന്തൊക്കെ സാധനമാണ്. ഇതാരാ കണ്ടുപിടിച്ചത്? MDMA കണ്ടുപിടിച്ചത് ആരാ? സയൻസാ, അല്ലാതെ ആരാ? സയൻസിൽ പ്രത്യാശയല്ല, സയൻസിൽ ഭീതിയാണ് നമുക്കിപ്പം. സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഭീതിയാണ്. സയൻസ് എത്ര ഡെവലപ്പ് ചെയ്താലും മനുഷ്യനെ നന്നാക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിയില്ല. യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇനി പൊളിറ്റിക്സിൽ നമുക്ക് കുറച്ച് നാളൊക്കെ പ്രത്യാശ ഉണ്ടായിരുന്നു. ഇന്ന രാഷ്ട്രീയ പാർട്ടി വന്നാൽ ശരിയാകും, ഇന്നാര് വന്നാൽ ശരിയാകും. ഇന്ന് നമ്മൾ പറയുന്നത് ആര് വന്നാലും ശരിയാകത്തില്ലെന്നാണ്. ശാസ്ത്രത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു.
രാഷ്ട്രീയത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു. ധനത്തിൽ നമുക്കുണ്ടായിരുന്ന പ്രത്യാശ നഷ്ടപ്പെട്ടു. ഇനിയിപ്പം ലോകം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, കർത്താവ് വരണം. കർത്താവിൻ്റെ വരവൊഴികെ മറ്റൊന്നിലും എനിക്ക് പ്രത്യാശയില്ല. സയൻസ് എത്ര ഡെവലപ്പ് ചെയ്താലും. ഒരിക്കൽ ബഹ്റിനിൽ ഞാനുണ്ടായിരുന്നപ്പോൾ ഇന്ത്യൻ എംബസിയിൽ ഒരു സെമിനാറിൽ ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വിളിച്ചു. ഇന്ത്യൻ എംബസിയിൽ ഇന്ത്യൻ അംബാസഡറും എല്ലാം ഉണ്ടായിരുന്നു. അവിടെ സോമൻ ബേബി അറേഞ്ച് ചെയ്തൊരു മീറ്റിങ്ങാണ്. സോമൻ ബേബി നമുക്കറിയാമല്ലോ, അദ്ദേഹം ഒരു ജേർണലിസ്റ്റാണ്. ഞാനും ബേസിക്കലി പഠിച്ചത് ജേർണലിസമാണ്. ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യൻ എംബസിയിൽ ഒരു മീറ്റിംഗ്, അതിനകത്ത് ഇന്ത്യൻ അംബാസഡർ ഉൾപ്പെടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ കൊടുത്ത സബ്ജക്റ്റിൻ്റെ പേര് സയൻസ് നോളജ് വിതൗട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ എന്നുള്ളതാണ് ഞാൻ അവിടെ എടുത്തത്. നോളജ് വിതൗട്ട് മൊറാലിറ്റി, അല്ലെങ്കിൽ സയൻസ് വിതൗട്ട് മൊറാലിറ്റി. ധാർമ്മികതയില്ലാത്ത സയൻസ് ഒരു ഡിസാസ്റ്ററാണ്, അപകടമാണ്. അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാർമ്മികതയില്ലാത്ത സയൻസ്, ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയം എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രിയമുള്ളവരെ, നമുക്കെന്താ പ്രത്യാശയുള്ളത്? നമ്മളെങ്കിലും, വിശ്വാസികളെങ്കിലും മനസ്സിലാക്കണം, ഇതിൻ്റെ ഒന്നും പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ശാസ്ത്രം വളർന്നതുകൊണ്ട് നന്നായോ തകർന്നോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സയൻസ് നമുക്ക് തരുന്ന ഓരോ പുതിയ കാര്യങ്ങളും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ മനുഷ്യനെ നന്നാക്കാനാണോ ഇന്ന് ഉപയോഗിക്കുന്നത്? എങ്ങനെ തകർക്കാമെന്നാണ് നോക്കുന്നത്. അതിനിടയ്ക്ക് ചിലരുണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, മൊറാലിറ്റി ഇല്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ സയൻസ് കിട്ടിയാൽ അതൊരു ഡിസാസ്റ്ററാണ്. ഇനി രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, എൻ്റെ കർത്താവ് വരണം. കർത്താവിൻ്റെ വരവിലൊഴികെ ഒന്നിലും പ്രത്യാശയില്ലാത്ത എനിക്ക് യാതൊരു പ്രത്യാശയില്ല. ഭൂമിയിലുള്ള ഒരു കാര്യത്തിലും എനിക്ക് പ്രത്യാശയില്ല. പേടിയാണ്. സയൻസ് ഡെവലപ്പ് ആകുന്നതനുസരിച്ച് എനിക്ക് പേടിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതായ സയൻസ്, ശാസ്ത്രം, ടെക്നോളജി എല്ലാം. കർത്താവിൻ്റെ വരവിലൊഴികെ മറ്റൊന്നിലും എനിക്ക് പ്രത്യാശയില്ല. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രത്യാശ നമ്മുടെ പഴയകാല ആൾക്കാർക്കെല്ലാം ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വരവിൽ പ്രത്യാശ ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ല, കർത്താവിൻ്റെ വരവിൽ മാത്രമേ പ്രത്യാശ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിൻ്റെ വരവിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്ന ആളുകളായിരുന്നു പഴയകാല വിശ്വാസികൾ. ഇന്നിപ്പം വന്ന് നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും കർത്താവ് വരണമെന്ന് തന്നെ നിർബന്ധമില്ല. പ്രത്യാശയില്ലെന്നുള്ളതല്ല, വരണമെന്ന് നിർബന്ധം പോലുമില്ല. വരുന്നെങ്കിൽ വന്നോട്ടെ, അത്രയേ ഉള്ളൂ, അല്ലേ? പഴയ കാലത്തെ പാട്ടുകളൊക്കെ എന്തോരം അർത്ഥസമ്പുഷ്ടമായ പാട്ടുകളായിരുന്നു. കൊച്ചുഞ്ഞുവേശിയൊക്കെ പാടിയ പാട്ട്, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധി ചെന്നാൽ മതി. അദ്ദേഹം പറഞ്ഞത് ലോകം വേണ്ടെന്നാ. എനിക്ക് ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും താതൻ്റെ സന്നിധിയിൽ ചെന്നാൽ മതി എന്ന് പാടിയ ആളുകൾ. എന്നാൽ ഇന്ന് നമ്മൾ അതേ പാട്ട് വേണമെങ്കിൽ പാടുന്ന ഇങ്ങനെയാണ്, ലോകം വേണം എനിക്കെല്ലാം വേണം, പിന്നെ പറ്റിയ താതൻ്റെ സന്നിധി ചെല്ലുകയും വേണം. ഇവിടെ എല്ലാം വേണം, പിന്നെ പറ്റിയാൽ അങ്ങ് പോവുകയും വേണം. അത് രണ്ടാമത്തെ കാര്യമായിട്ടാണ്. ഇവിടെ വേണം. പ്രസംഗിക്കുന്നൊരു ഇത് തന്നെ. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയാം. ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ പ്രസംഗത്തിൽ കേൾക്കാനുള്ളൂ. ഭൂമിയിലെ കാര്യങ്ങൾ ഒഴികെ വരാൻ പോകുന്ന കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർ തന്നെ ഇല്ലാതെ വന്നിരിക്കുക. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ, ആ യേശുവിലുള്ള പ്രത്യാശ, അതിനെക്കുറിച്ച് ലോകം വേണം എനിക്കെല്ലാം വേണം. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ എന്തെല്ലാം കിട്ടിയാലും ഇതെല്ലാം കളഞ്ഞിട്ട് പോകേണ്ടതാണ്.
ഇത് നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്നത് നിത്യതയാണ്. ആ നിത്യതയുടെ ദർശനം വേണം. ആ നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് കർത്താവാണ്. അവൻ വരുമ്പോൾ ആ നിത്യതയിലേക്ക് എന്നെ എടുത്തുകൊണ്ട് ചേർത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഞാൻ പോകുന്നത് എങ്ങോട്ടാ? എന്ത് പ്രത്യാശയാണ്? യേശുവിൻ്റെ വരവൊഴികെ എനിക്ക് എന്ത് പ്രത്യാശയാണ് ഉള്ളത്? എനിക്കൊന്നുമില്ല. ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളങ്ങ് അനുഭവിക്കും. എന്തോ പ്രത്യാശയുള്ളത്? വലിയ വ്യതിയാനം നമ്മുടെ സഭകളിൽ ഉണ്ടാകണം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. ലോകം വെറുത്തോർ വില നാം നാളറിയും. ലോകം വെറുത്തോർ വില നാം നാളറിയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നമുക്കറിയാമായിരുന്നു ഈ ലോകം നശ്വരമാണെന്ന്. പക്ഷേ ഇന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് ഇതെന്നും നിലനിൽക്കുമെന്നുള്ള ചിന്തയിലാണ്. ഒരു ദിവസം ഇട്ടിട്ട് പോകാനുള്ളതാണ് നമ്മൾ. ആ ഒരു ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ എപ്പോഴും ജീവിക്കാൻ. അപ്പോഴാണ് കർത്താവിൻ്റെ വരവിലുള്ള പ്രത്യാശ നമുക്കുണ്ടാകുന്നത്. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ഒരുക്കണം. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുന്നവൻ ലൗകിക മോഹങ്ങളിൽ പെട്ടുഴലുകയില്ല. അവൻ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി കഴിക്കാനും കുടിക്കാനും ഒക്കെ വേണം, ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പീൻ. ഇല്ലേ? നമുക്ക് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ലൗകിക മോഹങ്ങൾ, അതിനെക്കുറിച്ചുള്ള മോഹം, അത് നമ്മളെ തകർത്ത് കളയുന്നതാണ്. തിമോത്തിയോസിൻ്റെ ലേഖനം നിങ്ങൾ വീട്ടിൽ പോയിട്ടാണെങ്കിലും മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1 തിമോത്തിയോസ് 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഓരോ ഭാഗങ്ങൾ വായിക്കാൻ നേരം, എങ്കിലും നമുക്കറിയാമല്ലോ അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 7-ാമത്തെ വാക്യത്തിൽ, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വിചാരിക്കുക. നമുക്ക് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും നടക്കാനും ഉള്ളതൊക്കെ അങ്ങ് ഉണ്ടായിക്കോ. ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങൾ, ഞാൻ എപ്പോഴും പറയും, കർത്താവ് നമുക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്തോ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? മൈ ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താലും നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ സപ്ലൈ ചെയ്യും, അത്യാഗ്രഹങ്ങളല്ല. ഹീ വിൽ പ്രൊവൈഡ് അവർ നീഡ്സ്, നോട്ട് അവർ ഗ്രീഡ്സ്. ഗ്രീഡ്സ് ഉള്ളവൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് നമ്മൾ പറയുന്നത്. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അലംഭാവത്തോടു കൂടിയ ഭക്തി വളരെ ആദായം ആകുന്നു. അലംഭാവം എന്നുള്ള അവിടെ വാക്ക് പറയുന്നത് സംതൃപ്തി എന്ന വാക്കിന് തുല്യമായ വാക്കാണ്. ഗോഡ്ലിനെസ് വിത്ത് കണ്ടൻമെൻറ്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. സംതൃപ്തി വേണം. ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ നമുക്കൊരു സംതൃപ്തി വേണം. കാരണം നമ്മളുടെ പ്രത്യാശ ഈ ഭൂമിയിലായി പോകരുത്, നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലായിരിക്കണം. നിത്യതയുടെ ദർശനത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ
ഈ പ്രവാചകന്മാരൊക്കെ വന്ന് ഭയങ്കരമായിട്ട്, ഞാൻ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ പറയുന്നൊരു വാക്കുണ്ട്, ഗോഡ് വിൽ ഗിവ് യു എ സെക്കൻഡ് പ്രോപ്പർട്ടി. ഞാൻ ചോദിച്ചു എന്താ അത്? അല്ല, ഒരു വീട് ഓൾറെഡി ഉണ്ട്, നിനക്കൊരു വീട് തരുമെന്ന് പറഞ്ഞാൽ പിന്നെയും പറയാം, അതല്ല നിനക്ക് ഒരു വീടൂടെ തരും, തേർഡ് പ്രോപ്പർട്ടി തരും. നിനക്കിപ്പോൾ 2 വീടല്ല ഉള്ളൂ, 3 വീട് തരും. ഓസ്ട്രേലിയയുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭൂമിയിൽ എന്തൊക്കെ കിട്ടുമെന്ന് മാത്രം പ്രവചിക്കുന്ന പ്രവാചകൻ, അവൻ ദൈവത്തിൻ്റെ ആ സത്യത്തെ തിരിച്ചറിയാത്തവനാ. അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. ഇവിടെ എഴുതിയിരിക്കുന്നു, ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെയും പരീക്ഷയിലും കെണിയിലും കുണുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയാകുന്നു. നമുക്ക് താമസിക്കാനൊരു വീട് വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ വീട്, കൂടുതൽ വീട്, കൂടുതൽ വീട്, സെക്കൻഡ് പ്രോപ്പർട്ടി, തേർഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നവൻ പിന്നെ അതിനു വേണ്ടിയേ പരിശ്രമിക്കത്തുള്ളൂ. സ്വർഗം അവൻ്റെ മനസ്സിൽ പോലും കയറത്തില്ല. അവൻ ഇതെങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രവാചകന്മാർ വന്ന് പറയുന്നത് അതാ, നിനക്ക് ഇനിയും കിട്ടും, മറ്റേത് കിട്ടും, മറിച്ചത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പറച്ചിലല്ലേ, മോഹങ്ങൾ വിതറുകയാണ്. ഇവരാരെങ്കിലും സ്വർഗത്തെക്കുറിച്ചൊന്ന് പ്രവചിക്കുന്നുണ്ടോ? മോനെ, നീ ഇവിടെ കഷ്ടതയിലാണെങ്കിലും കർത്താവിൻ്റെ വരവിങ്കൽ നീ എടുക്കപ്പെടും, അതിനുവേണ്ടി നീ ഒരുങ്ങണം, ആ വരവിന് വേണ്ടി. ഇതൊന്നും പ്രവാചകന്മാർ പറയുന്നില്ലല്ലോ. എങ്ങനെയും ആ നിത്യതയുടെ ദർശനത്തിൽ നിന്ന് ഇവനെ മാറ്റി ഭൂമിയിലെ കാര്യങ്ങളിലേക്ക് തിരിക്കുകയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. അതാണ് പ്രോബ്ലം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉയരത്തിലേക്ക് പറന്നു പോകുവാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനനായിത്തീരുന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി. അപ്പോൾ ദ്രവ്യാഗ്രഹം വിട്ടോടണം. ദ്രവ്യാഗ്രഹം ഒരു പ്രവാചകൻ പറഞ്ഞാൽ അയാൾ അടുത്തുനിന്ന് ഓടിപ്പോക്കണമെന്ന്. നിങ്ങളിൽ ദ്രവ്യാഗ്രഹം വളർത്തുന്ന പ്രവാചകൻ്റെ പുറകെ പോകരുത്, അയാളെ വിട്ട് ഓടിപ്പോക്കോണം, എന്നിട്ട് അയാളെ ഓടിച്ചു വിട്ടോണം. എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുക. പ്രിയമുള്ളവരെ, നിത്യതയുടെ ദർശനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. നിത്യതയെ പിടിച്ചുകൊള്ളുക. ഇന്ന് ആവശ്യമായിരിക്കുന്ന നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളാണ്. ഇന്ന് ആവശ്യമായിരിക്കുന്ന നിത്യതയുടെ ദർശനമാണ്. കാരണം കർത്താവ് വരുന്നു. ആ കർത്താവ് വന്നാൽ അവനോടുകൂടെ എടുക്കപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലാതെ ഇവിടെ തേർഡ് പ്രോപ്പർട്ടി ഉണ്ടാക്കാനല്ല. ഇതൊന്നും പണ്ടില്ലായിരുന്ന കാര്യങ്ങളാണ്. ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും നാം അതിവേഗം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം കളഞ്ഞിട്ട് പോകാനുള്ളതാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ, അതുകൊണ്ട് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഉണ്മാനും ഉടുക്കാനും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ കർത്താവ് തന്നിട്ടുണ്ടല്ലോ. പണ്ട് ഇല്ലാത്തൊരൊത്തിരി ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ളവരുടെ നമ്പരൊക്കെ എത്ര ഉണ്ട്, എവിടെയുണ്ട്, കാണാൻ പോലുമില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിത്യതയുടെ ദർശനത്തിൽ ജീവിക്കാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഭൗമിക മോഹങ്ങൾ ഒരു വഞ്ചനയാണ്. ഇറ്റേണിറ്റിയെക്കുറിച്ചുള്ള ദർശനം അനിവാര്യമാണ് നമുക്ക്. കാര്യം, വി ആർ ബോൺ ടു ഫ്ലൈ. വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ, ഞാൻ സാധാരണ പറയാറുള്ളൊരു കഥയുണ്ട്, ഒരു കോമൺ സ്റ്റോറിയാണ്. പണ്ട്
ഒരു കോഴിയുടെ കീഴിൽ മുട്ട അട വെച്ചിരിക്കുകയായിരുന്നു. അറിയാതെ അട വെച്ച കൂട്ടത്തിൽ ഒരു പരുന്തിൻ്റെ മുട്ടയൂടെ അറിയാതെ പെട്ടുപോയി. ഒരു ഈഗിളിൻ്റെ മുട്ടയൂടെ അറിയാതെ പെട്ടുപോയി. ഇതെല്ലാം അങ്ങ് വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ഒരുപോലെ ഇടുന്നു. മുട്ട ഒരുപോലെ ഇടുന്നു, എല്ലാം ഒരുപോലെ ഇടുന്നു. കഥയാണ് കേട്ടോ. അപ്പോൾ എന്തായി? ഒത്തിരി കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട്, അല്ലെങ്കിൽ 9 കോഴിക്കുഞ്ഞുമുണ്ട്, ഒരു പരുന്തും കുഞ്ഞുമുണ്ട് എന്ന് വെച്ചു. ഒരു നമ്പർ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളൂ. 9 കോഴിക്കുഞ്ഞുമുണ്ട്, ഒരു പരുന്തും കുഞ്ഞുമുണ്ട്. ഇതെല്ലാം കൂടെ കളിച്ചും ചിരിച്ചും തിന്നും, പുഴുക്കളെ തിന്ന്, ഭൂമിയിലെ ചകഞ്ഞ പുഴുവിനെ തിന്ന് അങ്ങനെ ജീവിച്ചു. പക്ഷേ പരുന്തും കുഞ്ഞിന് അത് കുറച്ചുകൂടെ അങ്ങ് വലുതായി, ഒത്തിരി തിന്നും, അതെല്ലാം വലുതായി കഴിഞ്ഞ് പരുന്ത് ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പം ഒരു ദിവസം, പക്ഷേ അതിനും അറിയത്തില്ലല്ലോ അത് പരുന്താണെന്നുള്ളത്, അതിനും അറിയത്തില്ല. അതിങ്ങനെ കളിച്ച് നടക്കുക. ഉടനെ ആകാശത്ത് നിന്ന് ഒരു പരുന്ത് ഇങ്ങനെ നോക്കിയപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരുന്തും കുഞ്ഞ് നിന്ന് കളിക്കുന്നു. അപ്പോൾ പരുന്തിന് ഭയങ്കര അത്ഭുതമായി. ചേടാ ഇതെന്തോടാ, പരുന്തും കുഞ്ഞ് ഇന്ന് കോഴിക്കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നത്. അതിങ്ങനെ പറന്നു വന്നപ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടിപ്പോയി അതിൻ്റെ അമ്മയുടെ കീഴേ പോയി ഇരുന്നു. പരുന്തും കുഞ്ഞിന് രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയില്ല, അത് ഇച്ചിരി വലുതുമാണ്. ഉടനെ പരുന്ത് വന്നിട്ട് ഈ പരുന്തിൻ്റെ കുഞ്ഞിനോട് ചോദിച്ചു, അത് പരുന്തും കുഞ്ഞാണെന്നുള്ള അതിനറിയത്തില്ല, ചോദിച്ചു, നീ എന്തിനാണ് ഇവരുടെ കൂടെ കളിക്കുന്നത്? ഉടനെ പറഞ്ഞു, അവരെൻ്റെ സഹോദരങ്ങളല്ലേ, എൻ്റെ സഹോദരങ്ങളായതുകൊണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ അവരോട് കളിക്കുക. സഹോദരനും സഹോദരിമാരും അതെല്ലാം കോഴിക്കുഞ്ഞല്ലേ? ആ അത് കോഴിക്കുഞ്ഞാ, ഞാനും കോഴിക്കുഞ്ഞാ. എടാ നീ കോഴിക്കുഞ്ഞല്ല, ഞാൻ പിന്നാരാ? എടാ നീ പരുന്തിൻ കുഞ്ഞാ. അയ്യോ അങ്കിളെ പരുന്തെന്ന് പറയല്ലേ, ഞങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരു ശത്രുവുണ്ട്, അത് പരുന്താന്ന്. അയ്യോ അങ്കിളെ പറയല്ലേ, പേര് പറയല്ലേ, എനിക്ക് പേടിയാ. നീ പേടിക്കൊന്നും വേണ്ട, നീ ഒരു പരുന്തും കുഞ്ഞാ. അല്ല ഞാൻ പരുന്തും കുഞ്ഞല്ല, എൻ്റെ സഹോദരങ്ങളെല്ലാം കോഴിക്കുഞ്ഞുങ്ങളല്ലേ, ഞാനും കോഴിക്കുഞ്ഞാ. എടാ പിന്നെ നീ എന്നാ ഇത്രയും വലുതായത്? അതേ എൻ്റെ സഹോദരങ്ങളൊക്കെ 2ഉം 3ഉം പുഴുവിനെയൊക്കെ തിന്നുമ്പോൾ ഞാൻ 20ഉം 25ഉം പുഴുവിനെ തിന്നും, അങ്ങനെ ഇച്ചിരി വലുതായതാ. അല്ലടാ നീ ഒരു പരുന്തും കുഞ്ഞാ. അല്ല എന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ചിറകൊന്ന് വിടർത്തിക്കേ. ചിറക് വിടർത്തി, ഇങ്ങനെയാണോടാ കോഴിക്കുഞ്ഞിരിക്കുന്നത്, നിനക്ക് പറക്കാൻ കഴിയും? അല്ല ഞങ്ങൾക്ക് പറക്കാൻ കഴിയത്തില്ല, എൻ്റെ അമ്മ തന്നെ ഇന്നാളീ പറക്കാൻ നോക്കി നേരെ താഴെ വീണു, അതുകൊണ്ട് ഞങ്ങൾക്ക് പറക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളാണ്. മോനെ നീ കോഴിക്കുഞ്ഞല്ല, നീ ഒരു പരുന്തും കുഞ്ഞാ, നീ ഒന്ന് പറന്നേ, നിൻ്റെ കൈ ചിറകൊന്ന് അടിച്ചു നോക്കിയെന്ന് പറഞ്ഞ് അവനൊന്ന് അടിച്ചു നോക്കിയപ്പോൾ ഇത് ഉയരത്തിലേക്ക് പറക്കാൻ തുടങ്ങി. അപ്പം അതിന് മനസ്സിലായി, ഞാൻ കോഴിക്കുഞ്ഞല്ല, ഞാൻ പരുന്തിൻ കുഞ്ഞാണ്. അത് പിന്നെ പറന്നങ്ങ് പോയി. ഇതുപോലെ നമ്മളെല്ലാവരും ഒരിക്കൽ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ആദാമിൻ്റെ സന്തതികൾ ഈ മണ്ണിൽ ജീവിക്കുവാനും മണ്ണിനു വേണ്ടി ജീവിക്കാനുമായിട്ട് അങ്ങനെ ജീവിച്ചവരാ നമ്മളെല്ലാവരും. അങ്ങനെ ഇരിക്കെയാണ് നമുക്കൊരു പുതുജനനം കിട്ടിയത്. വി ആർ ബോൺ അഗെയിൻ. When we are born again, we are born to fly. ആദാമിൻ്റെ മക്കൾ പറക്കാനായിട്ട് ജനിച്ചവരല്ല, ഈ മണ്ണിൽ കിട്ടുന്ന പുഴുവിനെ തിന്ന് ജീവിക്കാനാ ആദാമിൻ്റെ മക്കൾ. അവരുടെ വിധി അതാ. പക്ഷേ വീണ്ടും ജനിച്ചവൻ്റെ വിധി അതല്ല, അവൻ ഉയരത്തിലേക്ക് പറന്നു പോകാനുള്ളവനാണ്. വി ആർ ബോൺ ടു ഫ്ലൈ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വീണ്ടും ജനിച്ചവനാണെങ്കിൽ അവൻ പിന്നെയും പുഴുവിനെ തിന്നുകൊണ്ട് ജീവിക്കത്തില്ല, ഈ ഭൂമിയിലെ കാര്യങ്ങൾ. പക്ഷെ പ്രശ്നം എന്താ? പ്രവാചകന്മാർ വന്നും പറയുന്നത് നിനക്ക് കൂടുതൽ പുഴുവിനെ കിട്ടുമെന്നാ. അല്ലാതെ എന്തുവാ? നിനക്ക് കർത്താവ് ഒരു കാറ് തരാൻ പോവുകയാ, 1 അല്ല 2 കാറ് തരാൻ പോവുകയാ, 2 പുഴുവിനെ കിട്ടും. അതാ പുഴുവാ കാറ്. അല്ലാതെ എന്തോന്നാ? നിനക്ക് 2 വീട് കിട്ടും, പുഴുവാ. എല്ലാം ഭൂമിയിലെ കാര്യങ്ങളാണ് പ്രവാചകന്മാർ വന്ന് പറയുന്നത്. വീണ്ടും ഈ ഭൂമിയിലെ ചകഞ്ഞ് നടക്കാനുള്ള ഉപദേശങ്ങളായി പ്രവാചകന്മാരിൽ പലരും വന്ന് പറയുന്നത് അതല്ല. നിങ്ങളോട് പ്രവാചകനാണെങ്കിൽ, അയാളൊരു യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ പറയണം, മോനെ ഇതിലല്ല നിൻ്റെ കണ്ണ് പോകേണ്ടത്, നിനക്ക് വേണ്ടി ഉയരത്തിൽ കർത്താവ് വീടൊരുക്കിയിട്ടുണ്ട്, ആ വീടിനെ നീ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിൽ ആവശ്യം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം
അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങൾ അറിയണം. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള നമ്മുടെ പഠനം ഇനി മുന്നോട്ട് പോകുമ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിലുള്ള ഡിഫറൻസ് ഇന്ന് നമുക്ക് ഒത്തിരി അത് പഠിക്കാൻ നേരമില്ല. എങ്കിലും ഞാനൊന്ന് തുടങ്ങി വെക്കാം. നാളെ നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാം. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും രണ്ടാമത്തെ വരവും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ്, യേശു ഒന്നാമത് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടിയാണെന്നുള്ളത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 20-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് നോക്കുക, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്, ഒന്നാമത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മരിക്കാനാണ് വന്നത്, മറുവിലയായി കൊടുക്കുവാൻ. മർക്കോസിൻ്റെ സുവിശേഷത്തിലും അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. മറുവിലയായി കൊടുക്കുവാൻ. ലോകത്തിലെ എല്ലാ അവതാരങ്ങളും വന്നത് ജീവിക്കാനും കൊല്ലാനാണ്. അതായത് സംഭവാമി യുഗേ യുഗേ എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ കാലയളവിലും ദുഷ്ടന്മാരെ അധീകരിക്കുമ്പോൾ ദൈവങ്ങൾ അവതരിക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ കഥയാണ്. അവതരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? ദുഷ്ടന്മാരെ നശിപ്പിക്കുവാനും ശിഷ്ടന്മാരെ രക്ഷിക്കുവാനുമായിട്ട് ദൈവങ്ങൾ അവതരിക്കുമെന്ന് പറയുന്നു. കഥയായിട്ട് ചിന്തിച്ചാൽ മതി. പക്ഷേ യേശു വന്നത് ദുഷ്ടന്മാരെ കൊല്ലാനല്ല, ദുഷ്ടന് വേണ്ടി മരിക്കാനാണ്. മരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ആരും വന്നിട്ടില്ല. എല്ലാവരും ജീവിക്കാനാണ് വന്നത്, അല്ലെങ്കിൽ കൊല്ലാനാണ് വന്നത്. പക്ഷേ എൻ്റെ യേശു വന്നത് മരിക്കാനാണ്. അവൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഉദ്ദേശം തന്നെ അവന് വേണ്ടി മരിക്കുവാൻ, മനുഷ്യർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി എന്നൊന്നും പറയണ്ട, എനിക്ക് വേണ്ടി മരിക്കുവാൻ വന്നവനായ യേശു. അതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ പ്രത്യേകത. കർത്താവ് ഭൂമിയിലേക്ക് ബെത്ലഹേമിൽ വന്ന് ജനിച്ചു. ബെത്ലഹേമിൽ ജനിച്ചവനായ യേശു, ഞാൻ പറയട്ടെ, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചു. കർത്താവ് ബെത്ലഹേമിൽ ജനിച്ചു. പക്ഷേ ബെത്ലഹേമിന് വേണ്ടിയല്ല യേശു വന്നത്. കാൽവറിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ബെത്ലഹേമിലേക്ക് വന്നത്. കാൽവറി ഇല്ലെങ്കിൽ ബെത്ലഹേം കൊണ്ട് ഗുണമൊന്നുമില്ല. യേശു കർത്താവ് ജനിച്ചു. അവൻ്റെ മരണമാണ് എന്നെ വീണ്ടെടുക്കുന്നത്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനുമാണ് വന്നത്. യേശുവിൻ്റെ ക്രൂശാണ് യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ലക്ഷ്യം. ക്രൂശിക്കപ്പെടുവാൻ വന്നവനായ യേശു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്, നല്ല ഇളയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ജീവൻ കൊടുക്കാൻ വന്നവനായ യേശു. യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചാണ് എപ്പോഴും പറയേണ്ടത്. ഇന്ന് പ്രസംഗകർ പോലും യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ചല്ല പറയുന്നത്. യേശു രോഗികളെ സൗഖ്യമാക്കി, അതൊക്കെ നമുക്കറിയാം, അതിലെ നടന്ന കാര്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശാണ്. യേശുവിൻ്റെ ക്രൂശ്. പത്രോസ് പ്രസംഗിക്കുമ്പോഴും നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, യേശുവിൻ്റെ ക്രൂശ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗുരു നിത്യചൈതന്യയതിയുടെ ഒരു ആർട്ടിക്കിൾ വന്നു. അദ്ദേഹം നല്ലൊരു റൈറ്ററാണ്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എഴുതിയത്, ക്രിസ്ത്യാനികളെല്ലാം യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയുന്നു, പക്ഷേ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകൾക്കാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിനൊരു മറുപടി എഴുതി. ഗുരു നിത്യചൈതന്യ എഴുതിക്ക് ഞാൻ എഴുതിയതാണ്, യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, ഞാൻ തീർച്ചയായും അതിനെ അതുല്യമായി മനസ്സിലാക്കുന്നു. പക്ഷേ ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് പ്രയോജനമൊന്നുമില്ലായിരുന്നു.
യേശു മരിച്ചതാണ് എനിക്ക് രക്ഷയായത്. അല്ലാതെ യേശുവിൻ്റെ പ്രസംഗങ്ങളല്ല, യേശുവിൻ്റെ അത്ഭുതങ്ങളല്ല എനിക്ക് രക്ഷയായത്. അവൻ അത്ഭുതം ചെയ്തു, അവൻ പ്രസംഗിച്ചു, അവൻ്റെ വാക്കുകൾ എനിക്ക് പ്രധാനമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തെ നിത്യതയിലേക്ക് കയറ്റിയത് അവൻ്റെ അത്ഭുതങ്ങളല്ല. എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവനെ നിത്യതയിലേക്ക് കയറ്റിയത് അവൻ്റെ മരണമാണ്. കർത്താവ് ഭൂമിയിലേക്ക് വന്നത് മരിക്കാനായിട്ടാണ്. അതാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഒന്നാമത്തെ വരവ് തന്നെ പല കാര്യങ്ങൾ പറയാനുണ്ട്. നാളെ ഞാൻ അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. എന്നാൽ കർത്താവ് ഒന്നാമത് വന്നു. എന്തിനു വേണ്ടി വന്നു? മനുഷ്യവർഗത്തിനു വേണ്ടി മരിക്കുവാൻ വന്നു. അതവൻ നിർവഹിച്ചു. അവൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ലക്ഷ്യം നിർവഹിച്ചു. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. എന്നാൽ അവൻ രണ്ടാമത് വരും. രണ്ടാമത് വരുന്നത് ഒന്നാമത് വന്ന കാര്യത്തിന് വേണ്ടിയല്ല. രണ്ടാമത് വന്നത് അവൻ വീണ്ടെടുത്തവനെ ചേർക്കുവാനാണ് വരുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനാണ് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. അതിനാണ് യേശു വന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അതാണ് എനിക്ക് രക്ഷയായത്. യേശുവിൻ്റെ ജീവിതമാണ്, യേശുവിൻ്റെ മരണമാണ് എനിക്ക് രക്ഷയായത്. പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ അവനോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. എന്നെ കൊണ്ടുപോകാനാണ് അവൻ രണ്ടാമത് വരുന്നത്. എന്നെ രക്ഷിക്കാനാണ് അവൻ ഒന്നാമത് വന്നത്. എന്നെ അവൻ്റെ മണവാട്ടിയായി ചേർത്തുകൊള്ളുവാനാണ് അവൻ രണ്ടാമത് വരുന്നത്. അതുകൊണ്ട് അവൻ്റെ ഒന്നാമത്തെ വരവ് എന്നെ രക്ഷിച്ചു. അവൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞാൻ നോക്കി പാർക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. സ്വർഗപിതാവേ, നിൻ്റെ ഒന്നാമത്തെ വരവ് ഞങ്ങളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവ് അതെന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് സമയം അറിയത്തില്ല. പക്ഷേ നീ വരും. ഞങ്ങളുടെ പ്രത്യാശ അതാണ്. ഞങ്ങൾക്ക് വേറെ പ്രത്യാശയൊന്നുമില്ല. ശാസ്ത്രത്തിലല്ല ഞങ്ങളുടെ പ്രത്യാശ, മതത്തിലല്ല ഞങ്ങളുടെ പ്രത്യാശ, രാഷ്ട്രീയത്തിലല്ല ഞങ്ങളുടെ പ്രത്യാശ. ഞങ്ങളുടെ പ്രത്യാശ നിൻ്റെ രണ്ടാമത്തെ വരവില്ല. കാരണം ഞങ്ങളെ കൊണ്ടുപോകാനാണ് നീ വരുന്നത്. ഞങ്ങളെ ചേർത്ത് കൊള്ളുവാനാണ് നീ വരുന്നത്. ഞങ്ങളെ നിൻ്റെ മണവാട്ടിയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ യേശുവേ, നീ മടങ്ങി വരുമ്പോൾ നീ ഇരിക്കുന്ന ഇടത്ത് ഞങ്ങളെയും ചേർക്കുവാൻ നീ വരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയുന്നു. അതിനുവേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.